ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിയും. ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പ്രിന്റ് ചെയ്ത് ഞങ്ങളൊരു 5 ദിവസത്തിനകത്ത് ഇറക്കുന്നുണ്ട്. BJP തിരുവനന്തപുരം ജില്ലയിൽ അവസാന സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സ്ഥലം ഈ അരുവിക്കരയാണ്. 13 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഒരാഴ്ച പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇവിടെ സ്ഥാനാർത്ഥി വന്നത്. കരുത്തനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് കരുത്തനായ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞല്ലോ. തുടർ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കേരളത്തിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒന്നാം പിണറായി ഗവൺമെന്റ് ഭരണ നേട്ടമാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ഉണ്ടായത്. 1-2 പിണറായി ഗവൺമെന്റുകളുടെ നേട്ടം കൊണ്ടായിരിക്കും മൂന്നാം പിണറായി ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്നത്. സംശയമില്ല. നമസ്കാരം. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അരുവിക്കര LDF സ്ഥാനാർത്ഥി G. സ്റ്റീഫനൊപ്പമാണ്. വലിയ ആവേശമാണ് ഇപ്പോൾ ഈ ഒരു പ്രചാരണ വേദി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാർ, എങ്ങനെയുണ്ട് പ്രചാരണം? എവിടെ വരെ എത്തി? പ്രചാരണം നല്ല ടൈറ്റായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഹനത്തിലുള്ള പ്രചരണത്തിന്റെ 3-ാം ദിനമാണ് ഇന്ന് പിന്നിടുന്നത്. കുഴമനക്കൽ പഞ്ചായത്ത്, ബിദിര പഞ്ചായത്ത് പൂർത്തിയാക്കി ഇന്ന് തുളിക്കോട് പഞ്ചായത്തിലാണ് പ്രചരണം നടത്തുന്നത്. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അരുവിക്കര മണ്ഡലത്തിൽ G. സ്റ്റീഫനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. നാളെ തന്നെ ബോണക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പര്യടനം വെച്ചിട്ടുണ്ട്. 100%-ലേറെ ഉണ്ട് വിജയപ്രതീക്ഷ. 100%. അരുവിക്കരക്കാർക്ക് ഇനി എന്താണ് പുതിയതായിട്ട് നൽകാനുള്ളത്? അതായത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വികസനം എന്നുള്ളത് തന്നെയാണ്. വികസനം തന്നെയാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്നാൽ 100%-ആയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കഴിഞ്ഞ 5 വർഷമാണല്ലോ LDF-ന് കിട്ടിയത്. അപ്പോ ഇനിയും കുറച്ചുകൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. 100%-ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് ഏറ്റെടുക്കണം. അതേപോലെ തന്നെ ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ വീണ്ടും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഈ 5 വർഷമായിട്ട് LDF എന്ത് നേടിക്കൊടുത്തു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടല്ലോ നിലവില്. അങ്ങനെ ആക്ഷേപിക്കുന്നവരോടുള്ള മറുപടി എന്താണ്? 5 വർഷമായി വികസനമാണോ ചോദിച്ചത്? അരുവിക്കരക്കാർക്ക് ഈ 5 വർഷം ഭരണം കിട്ടിയിട്ട് ഇവരെന്ത് ചെയ്തു എന്നുള്ളൊരു ആക്ഷേപ ചോദ്യങ്ങളുണ്ട് നിലവിൽ. അത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിയും. ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പ്രിന്റ് ചെയ്ത് ഞങ്ങളൊരു 5 ദിവസത്തിനകത്ത് ഇറക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് വേണം ഈ ചോദ്യം ചോദിക്കാൻ. 1200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, ജൽജീവൻ അടക്കം. ഞാൻ ജൽജീവൻ എന്ന് പറയാൻ കാര്യം, ജൽജീവൻ കേന്ദ്ര ഷെയറും സംസ്ഥാന ഷെയറും കൂടെ അടങ്ങുന്നതാണ്. അതടക്കം അരുവിക്കര മണ്ഡലത്തിൽ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞു. 136 കോടി രൂപയാണ് റോഡുകൾക്ക് വേണ്ടി അനുവദിച്ചത്. 29 സ്കൂളുകൾക്ക് കെട്ടിടം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള പണം കൊടുത്തു. ബോണക്കാട് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് നിർമ്മിച്ച ലയങ്ങൾ, ആ ലയങ്ങൾ എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാന്നുള്ള സാഹചര്യത്തിലായിരുന്നു. ആ ലയങ്ങൾക്ക് മേൽക്കൂര മാറ്റുന്നതിന് 4 കോടി രൂപ കൊടുത്ത് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 പാലങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഈ അരുവിക്കര മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പാലത്തിന്റെ കൂടെ ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ രണ്ടാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് അരുവിക്കരയിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അരുവിക്കരയ്ക്ക് വെളിയിലുള്ള ആളുകളാണ് ഈ വിമർശനം നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അരുവിക്കരക്കാർ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അരുവിക്കര മണ്ഡലത്തിനകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഏത് പാർട്ടിയാവട്ടെ, അവരാരും അരുവിക്കര മണ്ഡലത്തിൽ വികസനമില്ല എന്ന് പറയും. ഞങ്ങൾ വരുമ്പോ തന്നെ പലയിടങ്ങളിലും പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. നേരത്തെ ഞങ്ങൾ ഈ പറയുന്നത് പോലെ UDF സ്ഥാനാർത്ഥിയെ കാണാൻ പോയപ്പോ അവര് പ്രചാരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ച വഴി തന്നെ അത്തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ് ഞങ്ങളെ വാഹനം ഒരു സൈഡിൽ ഒതുങ്ങിപ്പോയി. അത്തരം റോഡുകളുടെ ശോചനീയാവസ്ഥ എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് 100% റോഡുകളും തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ PWD റോഡുള്ള ലെങ്തുള്ള മണ്ഡലം അരുവിക്കരയാണ്. എല്ലാ റോഡുകളും പണി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു ഞാൻ അവകാശപ്പെടുന്നില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ പട്ടികയിലുള്ള റോഡായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് 215 കോടി രൂപയുടെ സ്റ്റേറ്റ് ഹൈവേ ആണ്. പണി പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. പണി പൂർത്തിയായാലേ അതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടി കഴിയും. അതാണ് കാര്യം.
അപ്പൊ നിങ്ങളെ പറഞ്ഞത് വസ്തുതയാണ്. പൊളിഞ്ഞ സ്ഥലം ഇല്ലാതെ ഞാനും അവകാശപ്പെട്ടിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കും. മാറ്റമാണ് വരാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഒരു അവസരം കൂടെ LDF-ന് കിട്ടിയാൽ സമ്പൂർണ്ണമായി റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. പൊതുവെ ഈ ഒരു ഡീൽ ആരോപണം കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോ UDF സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നത് ഡീല് നടക്കുന്നുണ്ട്. ഡീൽ ആരോപണങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? ഡീൽ ആരോപണങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരമില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹുസൂർ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ തമ്മിൽ ഡീലാണ്. നേമം, വട്ടിയൂർക്കാവ്, അരുവിക്കര. ആ ഡീലിൽ അരുവിക്കര കൂടെ കടന്നു വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാര്യം മതേതരവാദികളായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന ഈ മണ്ഡലം കൂടെ അതിന്റെ ഭാഗമായി. എന്തായാലും ആ ഡീല് എന്ന് പറയുന്നത് വസ്തുതയാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ BJP തിരുവനന്തപുരം ജില്ലയിൽ അവസാന സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സ്ഥലം ഈ അരുവിക്കരയാണ്. 13 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഒരാഴ്ച പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇവിടെ സ്ഥാനാർത്ഥി വന്നത്. അപ്പോ അവർ ഏത് ഗൗരവത്തിലാണ് അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ സംഭരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ളൊരു കൂടെ, അതായത് 3ാം പിണറായി സർക്കാർ ഭരണ തുടർച്ചയായ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുവിക്കര മണ്ഡലത്തിൽ ഒരു അവസരം ജനങ്ങൾ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി സഖാവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? കരുത്തനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച്. കരുത്തനായ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞല്ലോ. തുടർ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കേരളത്തിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നു. 1ാം പിണറായി ഗവൺമെന്റ് ഭരണ നേട്ടമാണ് 2ാം പിണറായി ഗവൺമെന്റ് ഉണ്ടായത്. 1, 2 പിണറായി ഗവൺമെന്റുകളുടെ നേട്ടം കൊണ്ടായിരിക്കും 3ാം പിണറായി ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്നത്. സംശയമില്ല. നമ്മളെ പ്രചാരണങ്ങളൊക്കെ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കി. ജനങ്ങളെയൊക്കെ നേരിട്ട് കാണുമ്പോൾ അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? സാറിന്റെ അടുത്ത് ആവശ്യങ്ങൾ എന്നോട് പ്രത്യേക ആവശ്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ വികസനം പൂർത്തിയാകാത്ത സ്ഥലങ്ങളിൽ അത് പൂർത്തിയാക്കി തരണമെന്ന് മാത്രം അവർ ആവശ്യപ്പെടാറുണ്ട്. ഉറപ്പായിട്ട് അതും കൂടെ അവശേഷിക്കുന്നത് കൂടെ പൂർത്തിയാക്കുന്നുള്ള ഉറപ്പ് നമ്മൾ നൽകുന്നുണ്ട്. എന്തായാലും വലിയ ആവേശമാണ് LDF-നെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. 3ാം പിണറായി സർക്കാർ അത് വരുമെന്നുള്ള ഉറപ്പ് കൂടെ ഇപ്പോൾ സാർ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ അണികളെ നോക്കുകയാണെങ്കിലും വലിയ ആവേശമാണ്. റോഡ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അതോടൊപ്പം തന്നെ എത്ര മണിക്കാണ് സാർ രാവിലെ തുടങ്ങിയ പ്രചാരണമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേ ആവേശമാണ്. എന്തായാലും അരുവിക്കര ആർക്കൊപ്പം എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എത്തിച്ചേർന്നത്. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുന്നു. 5 വർഷം മുമ്പ് ഈ പ്രദേശത്ത് അപരിചിതനായിരുന്ന ഞാൻ നിങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി എത്തിയിരുന്നു. സുപരിചിതന് കൊടുക്കുന്ന പരിഗണന നൽകി, വോട്ട് നൽകി, സ്നേഹം നൽകി, പിന്തുണ നൽകി എന്നെ വിജയിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷം നമ്മൾ ഒത്താണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ മണ്ഡലത്തിൽ 1200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. എന്നെ കഴിഞ്ഞ് ആരുടെയും മുന്നിൽ നമുക്ക് തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയില്ല. ഇടതുപക്ഷത്തിന്റെ നയത്തിന് അനുസൃതമായി പ്രവർത്തിച്ചു. ഈ പഞ്ചായത്തിന്റെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. MLA ഫണ്ട് വിനിയോഗിച്ച് 21 പ്രവൃത്തികളാണ് കോഴിക്കോട് പഞ്ചായത്തിൽ നിന്ന് നടപ്പിലാക്കിയത്. അതിൽ 5,44,00,000 രൂപ ഉപയോഗിച്ചു. ബഡ്ജറ്റ്, പ്ലാൻ ഫണ്ട്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 22 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. അതിലൂടെ 19 പ്രവൃത്തികളാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണത്തിൽ 2 റോഡുകൾക്ക് 65 ലക്ഷം രൂപ. ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ തൊടുകോട് പഞ്ചായത്തിൽ നടന്നിട്ടില്ല. തൊടുകോട് പഞ്ചായത്തിന്റെ, വിതുര പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്.
നമുക്കൊരല്പം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നെടുമങ്ങാട് പൊന്മുടി റോഡിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത കമ്പനി ചെയ്യാതെ പോയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. അത് സർക്കാരിന്റെ എംഎൽഎയുടെ കുഴപ്പമല്ല. ആ കമ്പനിയെ പിരിച്ചുവിട്ട് പുതിയ ടെൻഡർ സ്വീകരിച്ച് റേറ്റ് പുതുക്കി ഇപ്പോ പുതിയൊരു കമ്പനി ഈ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ലെവൽസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ നമുക്ക് ഈ രാജപാതയുടെ പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്കൊരു അവസരം കൂടി നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചതുപോലെ നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് നൽകുന്നു. നിങ്ങൾ ഇവിടെ നൽകിയ നിയമപരമായ സ്വീകരണത്തിന്റെ ഹൃദയത്തിന്റെ വർഷം നൽകിയ നിങ്ങൾ അരിവാഴ്ചയുടെ നക്ഷത്ര മലയാളത്തിൽ ഒപ്പം നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ എല്ലാവരുടെയും കൊണ്ട് അരിവാഴ്ചയുടെ നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി ഇടതുപക്ഷത്തിന് ചരിത്ര വിജയം നൽകാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഉന്നതമായി നിർബന്ധിച്ചു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവം നൽകുന്നു.